ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പറഞ്ഞേ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? കൊറോണ കാരണം നമുക്കിപ്പോൾ സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. എല്ലാവർക്കും സങ്കടമുണ്ടോ? സാരമില്ല, കൊറോണയൊക്കെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എല്ലാവരെയും കാണാം. കൂട്ടുകാരോടൊത്ത് പഠിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യാം. നമുക്ക് ക്ലാസ് തുടങ്ങണ്ടേ? നമുക്ക് കണ്ണുകളടച്ച് ഒന്ന് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചേ. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ നല്ല കുട്ടികളായി വളർത്തണമേ. മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറുവാനും എല്ലാവരെയും അനുസരിക്കുവാനും ഉള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളെടുക്കുന്ന പാഠം, പഠിക്കുന്ന പാഠം നന്നായി മനസ്സിലാകുവാനും നന്നായി പഠിക്കുവാനും ഉള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരും കണ്ണു തുറന്നേ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പാഠം 8ാമത്തെ ചാപ്റ്ററാണ്. 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ. നമ്മുടെ പാഠത്തിൻ്റെ പേര് സത്യത്തിൻ്റെ പാതയിൽ. സത്യത്തിൻ്റെ പാതയിൽ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകാത്തത് കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി കളിക്കാറുണ്ടല്ലോ. പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നിരീക്ഷിക്കാറുണ്ടോ? രാവിലെ ആകുന്നതും ഉച്ചയാകുന്നതും സന്ധ്യയാകുന്നതും അതൊക്കെ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? ഉദിച്ചു വരുന്ന സൂര്യനെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണല്ലേ. പിന്നെ പക്ഷികളെയൊക്കെ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? ഉണ്ടല്ലേ. പക്ഷികളെ നിരീക്ഷിക്കാറുണ്ട്. പിന്നെന്താണ്, അവയുടെ ശബ്ദമൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലേ. ഓരോ കിളികളുടെയും ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ പക്ഷികൾ മാത്രമാണോ? പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തും എല്ലാം ഉണ്ട്. കുന്നുകളും മലകളും പുഴകളും എത്ര മനോഹരമാണല്ലേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രകൃതി. ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചതാരാണ്? പ്രപഞ്ചത്തിലുള്ള സർവ്വതും സൃഷ്ടിച്ചതാരാണ്? നിങ്ങൾക്കറിയാമോ? ആരാണ്? ദൈവമാണല്ലേ. പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടികളുടെയും നാഥൻ ആരാണ്? നമ്മുടെ ദൈവമാണ് അല്ലേ. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടികളുടെയും നാഥൻ ദൈവമാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ ആരാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത്? നമ്മുടെ ദൈവമാണ് അല്ലേ. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഓരോ നിയമവും ക്രമവുമുണ്ട്. അതനുസരിച്ച് വേണം എല്ലാ ജീവജാലങ്ങളും പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ. ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയാണ് മനുഷ്യരായ നാം. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും വേണം. എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കരുണയുള്ളവരായിരിക്കണം അല്ലേ. നിങ്ങൾ കൂട്ടുകാരുമായി വഴക്കിടാറുണ്ടോ? ആൻ റോസും എഡ്ന റോസും പറയുന്നത് കേൾക്കുന്നുണ്ടോ? ജസ്റ്റിൻ എന്തോ പറയുന്നുണ്ട്. കൂട്ടുകാരായിട്ട് വഴക്കിട്ട കാര്യമായിരിക്കും. ദിയ ആരുമായിട്ടാണ് പിണങ്ങിയത്? നമ്മൾ കൂട്ടുകാരുമായിട്ട് പിണങ്ങാറുണ്ടല്ലേ. ഈശ്വല് പിണങ്ങിയോ? ഓക്കെ. നമ്മൾ ആരും പിണങ്ങിയാലും നമ്മൾ ഉടനെ തന്നെ കൂട്ടുകൂടും കൂട്ടുകാരുമായിട്ടല്ലേ. നമ്മൾ നല്ല കുട്ടികളായി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കരുണയുള്ളവരായിരിക്കണം. നമ്മുടെ നല്ല മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ഒക്കെ തന്നത് ആരാണ്? നമ്മുടെ ദൈവമാണല്ലേ. എനി റോസിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പൂപ്പനുണ്ട്, അമ്മമ്മയുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട്?
ഐറിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? അനിയനുണ്ടോ? ചേട്ടനുണ്ടല്ലേ? എല്ലാവർക്കും ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരെയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ? അസ്തമയ സൂര്യനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് നല്ല ഭംഗിയാണല്ലേ, ആ കളറൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. പിന്നെ ഒഴുകുന്ന പുഴയോ, പുഴയിൽ കുളിക്കാറുണ്ടോ? നിങ്ങൾ കുളിച്ചിട്ടുണ്ടോ? നല്ല സുഖമായിരിക്കും, നല്ല രസമായിരിക്കും അല്ലേ? വെള്ളച്ചാട്ടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്തൊരു അത്ഭുതമാണല്ലേ. നമ്മൾ മനുഷ്യരും നമ്മുടെ ഓരോ ജീവജാലങ്ങളുടെയും ഓരോ കാര്യങ്ങളും വലിയ വലിയ അത്ഭുതങ്ങളാണല്ലേ. ഇതെല്ലാം നടത്തിയതാരാണ്? ഈ സൃഷ്ടികർമ്മത്തിൻ്റെയൊക്കെ ഉടമ ആരാണ്? നമ്മുടെ ദൈവമാണല്ലേ. നമുക്ക് ദൈവം നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൻ്റെ കാവൽക്കാർ മാത്രമാണ്. നമ്മളെങ്ങനെ പെരുമാറണം? അപ്പോൾ നമ്മൾ കൂട്ടുകാരോടൊക്കെ നന്ന് സ്നേഹമുള്ളവരായിരിക്കണം. പിന്നെ എന്താണ്? മറ്റു ജീവികളോട് കരുണയുള്ളവരായിരിക്കണം അല്ലേ? മാതാപിതാക്കളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കാറുണ്ടോ? ഇല്ലല്ലേ? ജസ്റ്റിന് എന്താ പറയുന്നത്? അനുസരിക്കാറുണ്ടല്ലേ? ജസ്റ്റിൻ നല്ല കുട്ടിയാ. റോണിയോ? റോണിയും നല്ല കുട്ടിയാ. റോണിയുടെ ചേട്ടൻ അനുസരിക്കില്ലേ? അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെയോ ഇമ്മാനുവലോ? ഇമ്മാനുവൽ പറയുന്ന അനുസരിക്കാറുണ്ടോ? ശരി. അപ്പോൾ നമ്മളെല്ലാവരും നല്ല കുട്ടികളാണല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം നമ്മൾ പരിപാലിക്കുകയും അവയോട് കരുണയും ആർദ്രതയും എല്ലാം കാണിക്കുകയും വേണം അല്ലേ? സൃഷ്ടവസ്തുക്കൾ പരസ്പരം ആശ്രയിച്ച് ജീവിക്കണം. അവയ്ക്ക് ഓരോന്നിനും അതിൻ്റേതായ ദൗത്യമുണ്ട്. നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ. നമ്മുടെ സഹോദരനോടും നമ്മുടെ മാതാപിതാക്കളോടും എല്ലാവരോടും നമ്മൾക്കൊരു കടമയുണ്ട്. മാതാപിതാക്കൾ പറയുന്നത് കുട്ടികളായ നമ്മൾ അനുസരിക്കണം. നമ്മുടെ കടമ എന്താണ്? കുട്ടികളായ നമ്മുടെ കടമ എന്താണ്? നമ്മൾ നന്നായി പഠിക്കുക, പിന്നെന്താണ്? മുതിർന്നവരെ ബഹുമാനിക്കുക, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ? പിന്നെ നമ്മുടെ അനിയന്മാരോ അനിയത്തിമാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ തിരുത്തി കൊടുക്കാം. അതങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്കവരെ തിരുത്തി കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ? അതെ. മേരി ജോസിനെ പറയുന്നുണ്ട് ഞാൻ ചെയ്യാറുണ്ടെന്ന്. മിടുക്കി. അങ്ങനെ എല്ലാവരും നല്ല കുട്ടികളാണ് അല്ലേ? പിന്നെ നമ്മുടെ വീടുകളിൽ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെയുള്ള എത്ര കുട്ടികളാണ് ഉള്ളത്? മാതാപിതാക്കൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? ഉണ്ടോ? അങ്ങനെ വഴക്കിടാൻ പാടില്ലല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ഉന്നത സൃഷ്ടിയായ നാം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കണം അല്ലേ? മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? സ്നേഹത്തോടുകൂടി പെരുമാറണം. അന്യരുടെ വസ്തുക്കൾ നമ്മൾ അപഹരിക്കുന്നത് ശരിയാണോ? അല്ലല്ലേ. നമ്മൾ അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും നല്ല പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ സ്തുതിക്കണ്ടേ? നമുക്ക് ദൈവത്തെ സ്തുതിച്ചൊരു പാട്ട് പാടിയാലോ? എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ? പാടാം. എല്ലാവരും റെഡിയായോ? ഒരു 2 വരി ടീച്ചർ ആദ്യം പാടാം. നമ്മളോടൊത്ത് കാറ്റും കടലും പുഴകളും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മളോടൊപ്പം ദൈവത്തെ സ്തുതിക്കും. പാടാം നമുക്ക്. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ, മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? ഇതുപോലെ നമ്മളെപ്പോഴും ദൈവത്തെ പാട്ടുകൾ പാടിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തെ സ്തുതിക്കാം. നമുക്കപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കാം.
അപ്പോൾ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം, അല്ലേ? പിന്നെന്താണ്? നമ്മൾ എല്ലാവരും പരസ്പരം ആശ്രയിച്ച് സഹകരിച്ച് ജീവിച്ചാൽ മാത്രമേ ആ പ്രപഞ്ചത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റും? പ്രപഞ്ചത്തിൻ്റെ താളം തന്നെ തെറ്റും. സൂര്യൻ ഒരു സമയത്ത് ഉദിക്കാതിരുന്നാൽ എന്തു പറ്റും? അല്ലെങ്കിൽ രാത്രി അസ്തമിക്കാതിരുന്നാൽ എന്തു പറ്റും? മഴ പെയ്യേണ്ട സമയത്ത് പെയ്താൽ മാത്രമേ നമുക്ക് കൃഷിയും എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട വിധത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സംഭവിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയത്ത് നടക്കണം, അല്ലേ? ശരി. അപ്പോൾ ഇന്ന് ടീച്ചർ കുറച്ച് പ്രവർത്തനങ്ങൾ തരും. അത് നിങ്ങളുടെ ടീച്ചറിൻ്റെ കയ്യിൽ എഴുതി കാണിക്കുമല്ലോ. നിങ്ങൾക്ക് പ്രകൃതിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും നല്ല സൃഷ്ടികൾ, അതായത് കടൽ, ഉദിച്ചു വരുന്ന സൂര്യൻ, പക്ഷികൾ, ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കുക. എന്നിട്ട് അതിനുശേഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനടുത്തൊരു കവിതയോ കഥയോ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. പിന്നെ പാഠഭാഗത്തിലെ ആദ്യത്തെ 2 ക്വസ്റ്റിന് ആൻസർ നിങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ. ദൈവമേ, കുട്ടികളായ ഞങ്ങൾക്ക് എല്ലാവരോടും കരുണ കാണിക്കുവാനും നല്ല കുട്ടികളായി വളരുവാനും ഉള്ള അനുഗ്രഹം നൽകണമേ. പഠിച്ച കാര്യങ്ങൾ നന്നായി പ്രാവർത്തികമാക്കുവാനും പഠിക്കുവാനും ഉള്ള അനുഗ്രഹം നൽകണമേ.